രാവിലെ മുതൽ തുടങ്ങിയ ഒരു ചർച്ചയുടെയും സംവാദത്തിൻ്റെയും തുടർച്ച പോലെയാണ് നമ്മളിപ്പോൾ ഒരു ഇടവേളയില്ലാതെ ഇപ്പോൾ നമ്മൾ കൂടിച്ചേരുന്നത്. ഇതിനൊരു വല്ലാത്തൊരു അസ്വാഭാവികതയും യാന്ത്രികതയും ഉണ്ട്, ക്ഷീണവുമുണ്ട്. കാരണം ഇപ്പോഴും ഒരു ഫ്രഷായിട്ട് കെ വേണുവിനെ പോലെ ഇത്രയേറെ ധൈഷണിക ഔന്നത്യത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനുമായിട്ട് സംസാരിക്കുമ്പോൾ പുലർത്തേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അതിൻ്റെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതൊന്നും നിർവഹിക്കാനായിട്ട് എനിക്കിപ്പോൾ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിൽ പ്രധാനപ്പെട്ട കാരണം ഒരു 1.5 മണിക്ക് ഒരു സംവാദം എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായൊരു കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയം. വളരെ പ്രയാസമുണ്ട്. അതിൻ്റെ ഫ്രഷ്നെസ് മുഴുവൻ എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് സത്യം. പിന്നെ കെ വേണു വളരെ ഒരു പെർഫെക്ഷനിസ്റ്റാണ്, പ്രശാന്തതയുടെ ഒരു മനുഷ്യനാണ്. ഏതൊരു വിമർശനത്തെയും യാതൊരു പ്രകോപനവും ഇല്ലാത്ത രീതിയിൽ ശാന്തമായിട്ട് അതിനെ നേരിടുന്ന ഒരു മനുഷ്യനാണ്. എല്ലാവരെയും തുല്യനിലയിൽ പരിഗണിക്കുന്ന ഒരാളാണ്. എല്ലാത്തിനും ചെവി കൊള്ളുന്ന ഒരാളാണ്. ഒരു ഓർഗാനിക് ബുദ്ധിജീവിതത്തിൻ്റെ എല്ലാ ദൃഷ്ടാന്തങ്ങളും പുലർത്തുന്ന ഒരു വ്യക്തിയാണ് കെ വേണു. കേരളത്തിനെ റാഡിക്കലൈസ് ചെയ്തതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നുണ്ട് വേണു എന്ന് പറയാം. എന്നാൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും വേട്ടയാടലുകളും നേരിട്ട ഒരു മനുഷ്യനുമാണ് വേണു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നിട്ട് പോലും തൻ്റെ ഇത്തരത്തിലുള്ളതായ ഒരു ജീവിതത്തെ വളരെ പ്രശാന്തമായിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നു. എല്ലാം തുറന്നു പറയാനുള്ള സുതാര്യത അദ്ദേഹത്തിനുണ്ട്. പ്രതിച്ഛായകളെക്കുറിച്ചുള്ള യാതൊരു വേവലാതികളും ഇല്ല എന്നുള്ളതാണ് വേണുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എത്രയോ തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തിത്വമാണ് ഇത്രയും മഹാനായിട്ടുള്ളൊരു മനുഷ്യൻ. അപകടകരമായിട്ടുള്ള സത്യസന്ധത പുലർത്തുന്ന ഒരു വ്യക്തിയാണ് കെ വേണുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപകടകരമായിട്ടുള്ളൊരു സത്യസന്ധത അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിയെ നമ്മൾ സമീപിക്കുമ്പോൾ പുലർത്തേണ്ട ഒരു സാഹചര്യമുണ്ട്, ഒരു അന്തരീക്ഷമുണ്ട്. അത് സത്യത്തിൽ ഇവിടെ നഷ്ടപ്പെട്ടു പോയെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം ഇവിടെ ചർച്ച ചെയ്ത് വളരെ പ്രസക്തമായിട്ടുള്ള നിരവധി കാര്യങ്ങളാണ്. മതവിമർശനത്തെക്കുറിച്ചും മറ്റു പല കാര്യങ്ങളും ഇവിടെ അതിശക്തമായ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയെന്നോണം നമുക്ക് ഈ ഒരു സംവാദത്തെ കാണുവാനായിട്ട് സാധിക്കുകയില്ല. ഒരു ഇടവേള പോലും കിട്ടാതെയാണ് നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. എന്തായാലും അസാധാരണമായിട്ടുള്ളൊരു ദൈക്ഷണിക ജീവിതം കെ വേണുവിനുണ്ട്. അതോടൊപ്പം തന്നെ ഒളിവ് ജീവിതമുണ്ട്, ജയിൽ ജീവിതമുണ്ട്. വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ളൊരു ജീവിതത്തിൻ്റെ ഒരു കഥയാണ്, അന്വേഷണത്തിൻ്റെ കഥയാണ് കെ വേണുവിൻ്റേതെന്ന് നമുക്കറിയാം. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ആത്മകഥ എന്ന് പറയാം, ആത്മകഥയല്ല മുഴുവനും, എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും അദ്ദേഹം തന്നെ പറയുന്ന ഒരു പുസ്തകമാണ്. ഒരു അന്വേഷണത്തിൻ്റെ കഥ എന്ന് പറയുന്ന ഏതാണ്ട് 800ഓളം പേജ് വരുന്ന ഒരു പുസ്തകമാണിത്. ഈ പുസ്തകത്തിലൂടെ ഞാൻ കടന്നുപോയി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടുകളിൽ രാഷ്ട്രീയം അത്ര പ്രധാനപ്പെട്ട ഒരു ഘടകമല്ല എന്നുള്ളതാണ് കാര്യം. എന്നാൽ അടിമുടി രാഷ്ട്രീയക്കാരനാണ് കെ വേണു. എല്ലാ രീതിയിലും രാഷ്ട്രീയക്കാരനാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ സൈദ്ധാന്തികവും പ്രായോഗികവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ ഇടപഴകി അതിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹം അതിൽ നിന്നെല്ലാം മുങ്ങി നിവർന്നു കഴിഞ്ഞു. അദ്ദേഹം മാർക്സിസത്തെ തിരസ്കരിച്ചു. മാർക്സിസം ഒരു കളവാണെന്നും അതൊരു അന്ധവിശ്വാസമാണെന്നും പറയത്തക്ക വിധത്തിൽ അദ്ദേഹം മാർക്സിസത്തിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ്, വേർപിരിഞ്ഞിരിക്കുകയാണ്. അതിൽ അദ്ദേഹം ഒരു കാൽനൂറ്റാണ്ടിലധികം കാലം മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ജീവിതം പരിപൂർണമായ രീതിയിൽ അതിൽ സമർപ്പിച്ച് ജീവിച്ചൊരു വ്യക്തിയാണ് കെ വേണു എന്ന് നമുക്കറിയാം. അതിൻ്റെ വിപ്ലവ പ്രവർത്തനങ്ങൾ, അതിൻ്റെ സാഹസിക പ്രവർത്തനങ്ങൾ, ഇങ്ങനെ അനേക കാര്യങ്ങൾ, സൈദ്ധാന്തികതയുടെ ഒരുപാട് തരത്തിലുള്ളതായ ഇടപെടലുകളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തി പറയുന്നു മാർക്സിസം ഒരു കളവാണ്, മാർക്സിസം ഒരു മിഥ്യയാണ്, മാർക്സിസം ഒരു മായയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വലിയ ഒന്നിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്വതന്ത്രനായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു വലിയൊരു നീറ്റൽ അദ്ദേഹം ചിലപ്പോൾ ഒരുപക്ഷെ അനുഭവിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ആനന്ദമായിരിക്കാം അദ്ദേഹം ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും പറഞ്ഞു പോകാൻ സാധിക്കും. എന്തായാലും ഇന്നത്തെ ഈ സംവാദം പല തലങ്ങളിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കാരണം വേണുവിനെ പോലെ ഇത്രയേറെ വൈവിധ്യമാർന്ന അനേകം കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ഒരു വ്യക്തിയെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സമീപിക്കാം. ഞാനിവിടെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ വേണുവിനെ മാറ്റി നിർത്താനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. പൊളിറ്റിക്കൽ വേണുവിനെ അല്ല. തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ വേണു എന്ന് പറയുന്നത് പല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അനേകം പഠനങ്ങളിലൂടെയും അഭിമുഖങ്ങളിലൂടെയും തൻ്റെ തന്നെ ലേഖനങ്ങളിലൂടെയൊക്കെ തന്നെ ഈ ഒരു പൊളിറ്റിക്കൽ തലം കാര്യമായ രീതിയിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് ചിലത് കാലഹരണപ്പെട്ടതാകാം, ചിലപ്പോൾ വളരെയേറെ പ്രസക്തമായിരിക്കാം. ഇതൊക്കെ അവിടെ നിന്നിട്ട്
ഇതില്ലാത്ത, അതായത് തൻ്റെ രാഷ്ട്രീയ ജീവിതം കൊണ്ട് താൻ എന്തെങ്കിലും തരത്തിൽ ബലിയർപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് പ്രധാനമായിട്ടും ചോദിക്കാൻ തോന്നുന്നത്. തൻ്റെ തന്നെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിലുണ്ട്. അദ്ദേഹത്തിലൊരു ശാസ്ത്രജ്ഞനുണ്ട്, ഒരു ഫിലോസഫറുണ്ട്, ഇങ്ങനെ പലതുമുണ്ട്. അതൊന്നും വേണ്ടതുപോലെ തിളക്കിയെടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അദ്ദേഹത്തിൻ്റെ മറ്റു പ്രവർത്തനങ്ങളെ ബലിയർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനായിട്ട് പ്രധാനമായിട്ടുള്ളത്. പ്രധാനമായിട്ടും സ്വാതന്ത്ര്യം, മനുഷ്യ ജീവിതത്തിലെ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. ഈ സ്വാതന്ത്ര്യത്തെ ആഘോഷപൂർവ്വം സമരപൂർവ്വം അതിനെ അന്വേഷിക്കുകയും അതിലൂടെ കടന്നു പോവുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് കെ വേണു എന്ന് നമുക്കറിയാം. അദ്ദേഹം തുടക്കത്തിൽ തന്നെ, ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം സ്വാതന്ത്ര്യത്തിൻ്റെ സാക്ഷാത്കാരം എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ കാര്യമല്ല, ഉടനീളം അദ്ദേഹത്തിൻ്റെ ആത്മകഥയ്ക്ക് വേണമെങ്കിൽ ഇടാവുന്ന പേര് എൻ്റെ സ്വാതന്ത്ര്യ അന്വേഷണം എന്നായിരിക്കാം. സ്വാതന്ത്ര്യം പല വിധത്തിൽ അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട്. ഇപ്പം സ്വാതന്ത്ര്യത്തിന് സ്വാതന്ത്ര്യം നമുക്കറിയാവുന്നതുപോലെ അതിങ്ങനെ ഒരു ചക്രവാളം പോലെ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പൂർണ്ണമായിട്ട് നമുക്ക് നിർവചിക്കാൻ കഴിയാത്തൊരു ഒന്നാണ് സ്വാതന്ത്ര്യം. ഈ പുസ്തകത്തിനകത്ത് നിറയെ ആ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളുടെ കഥയാണ് പറയുന്നത്. അകത്തും പുറത്തും അദ്ദേഹം നടത്തിയിട്ടുള്ള സ്വാതന്ത്ര്യ സമരങ്ങളും മറ്റു കാര്യങ്ങളുമുണ്ട്. അതിനിടയിൽ അദ്ദേഹത്തിൽ നിന്ന് വീണുപോയിട്ടുള്ള, ചോർന്ന് കിടക്കുന്ന മറ്റ് ചില വശങ്ങളിലേക്കാണ് എനിക്ക് പോകാൻ തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ പൂർണ്ണമായിട്ടും കിടക്കുന്ന ഒരു ഈർപ്പമുള്ള, നനവുള്ള, വളരെ സർഗാത്മകവും സൗന്ദര്യാത്മകവുമായിട്ടുള്ള മറ്റൊരു വശം കൂടിയുണ്ട്. അത് വേണ്ടതുപോലെ വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ പുസ്തകത്തിനകത്ത് വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനേകം കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് ഏറ്റവും വളരെ ഒരു അര പേജേ ഉള്ളൊരു ഭാഗത്തിൽ പറയുന്നത്, അദ്ദേഹം ഒരു വയനാട്ടിലൂടെ ഒരു ബസ്സിലൂടെ യാത്ര ചെയ്യുകയാണ്. അദ്ദേഹം വളരെ പ്രക്ഷുബ്ധമായിട്ടൊരു അവസ്ഥയിലാണ് അദ്ദേഹം കടന്നു പോകുന്നത്. ആരൊക്കെ കാണാൻ വേണ്ടി രഹസ്യമായിട്ട് പോകുന്ന ഒരു ബസ് യാത്രയാണ്. ആ യാത്രയിൽ നിന്ന് അദ്ദേഹം ബസ്സിൻ്റെ ജനൽ തുറന്ന് അദ്ദേഹം പുറത്തേക്ക് നോക്കുന്നുണ്ട്. വയനാടൻ പ്രകൃതിയുടെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കുകയാണ് അദ്ദേഹം. വയനാടൻ പ്രകൃതി എന്തുമാത്രം തണുപ്പുള്ള, എത്രമാത്രം അതിൻ്റെ കുളിർമ, അതിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഓരോ വശങ്ങളിങ്ങനെ, അത് വേറെ ഒരിടത്തും വേണു പിന്നെ അത്തരത്തിലൊരു ആസ്വാദനം നടത്തിയിട്ടില്ല. അപ്പോൾ വേണുവിൻ്റെ ഉള്ളിൽ അത്തരത്തിലുള്ളതായ ഒരു സൗന്ദര്യാനുഭൂതിയുടെ ഒരു വശം കൂടി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു വശത്തിൽ നിന്നുകൊണ്ടുള്ള ചില ചോദ്യമാണ് എനിക്ക് എൻ്റെ മനസ്സിലുള്ളത്. തൻ്റെ പ്രക്ഷുബ്ധമായിട്ടുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹത്തിന് ബലിയർപ്പിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന് അതൊരു മുൻവിധിയാണ്. അത് ശരിയാവണമെന്നൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു നോട്ടത്തിൽ അദ്ദേഹത്തിന് എന്തൊക്കെയോ ചില കാര്യങ്ങൾ അത് അദ്ദേഹത്തിന് സാധിക്കും. അതിന് മാത്രമുള്ളതായ അദ്ദേഹത്തിൻ്റെ തുടക്കം മുതലുള്ള അദ്ദേഹത്തിൻ്റെ രൂപീകരണ ഘട്ടം മുതലേ തന്നെ അദ്ദേഹം വല്ലാതെ വായിക്കുകയും ഒരുപാട് വ്യക്തികളുമായിട്ട് സമ്പർക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള അത്രയും ഒരു ജൈവ വ്യക്തിത്വമുള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ എസ്തെറ്റിക്സ് എന്ന് പറയുന്ന കാര്യം, സൗന്ദര്യം എന്ന് പറയുന്നൊരു ഘടകം തൻ്റെ ആത്മകഥയിൽ വേണ്ടതുപോലെ അദ്ദേഹം അടയാളപ്പെടുത്തിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അതിന് ഞാൻ വേണുവിനെ ക്ഷണിക്കുകയാണ്. പ്രകൃതിയോടുള്ള ഒരു സവിശേഷ ബന്ധമാണ് എൻ്റെ പൊതുവായ ചിന്തയുടെയും വീക്ഷണത്തിൻ്റെയൊക്കെ അടിസ്ഥാനമെന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രകൃതിയുടെ ഒരു അനന്തമായ വൈവിധ്യത്തെ വളരെ കൗതുകപൂർവ്വം, അതേസമയം ഗൗരവപൂർവ്വം വീക്ഷിക്കാൻ ശ്രമിച്ചിട്ടുള്ളൊരു ജീവിതമാണ് ചെറുപ്പം മുതൽ എനിക്കുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രകൃതിയെ മനസ്സിലാക്കാനുള്ളൊരു അന്വേഷണം തന്നെയാണ് പൊതുവിൽ എൻ്റെ ബുദ്ധിപരവും അല്ലെങ്കിൽ ഈ പറഞ്ഞ ദാർശനികമൊക്കെ ആയിട്ടുള്ള എല്ലാ മേഖലകളിലും നടത്തിയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. പൊതുവിൽ ആർക്കും അറിയാത്തൊരു വശമുണ്ട്. ഞാനൊരു ചിത്രകാരനാണ് യഥാർത്ഥത്തിൽ. ചെറുപ്പത്തിൽ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ മാഗസിന് പെയിൻറ്റിങ്ങുകൾ ചെയ്തു കൊടുക്കുക. പിന്നീട് ഞാൻ എൻ്റെ ആദ്യകാലഘട്ടങ്ങളിൽ പ്രകൃതിയെ റിയലിസ്റ്റിക്കായിട്ടുള്ള പെയിൻറ്റിങ്ങുകൾ ചെയ്യുന്നതിൽ തൽപരനായിരുന്നു. പക്ഷേ അത് പിന്നീട് എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് വികസിപ്പിക്കാനോ ആ രീതിയിൽ കൊണ്ടുപോകാനോ കഴിഞ്ഞില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അവിടെയൊക്കെ ഞാൻ ഈ പറഞ്ഞ പ്രകൃതിയുമായിട്ടുള്ള ഒരു വലിയ ബന്ധമാണ്, അതൊരാത്മബന്ധമെന്ന് പറയാവുന്നൊരു ബന്ധമുണ്ട്. അതൊരു അന്വേഷണം കൂടിയാണ്. അപ്പോൾ പ്രകൃതിയുടെ സങ്കീർണതകളിലേക്കുള്ള മനസ്സിൻ്റെ ഒരു നിരന്തരമായ അന്വേഷണം ഈ പൊതു രാഷ്ട്രീയ ജീവിതത്തിലും മറ്റെല്ലാ കാര്യങ്ങൾക്കിടയിലും അതിങ്ങനെ നടന്നുകൊണ്ടിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണിപ്പോൾ തമ്പി പറഞ്ഞ ആ ഒരു സന്ദർഭത്തിൽ
അനുഭവപ്പെടാനിടയത്. ശരിയാണ്, ഞാൻ വളരെയധികം വയനാടൻ യാത്ര നടത്തിയിട്ടുള്ള ആളാണ്. അതെല്ലാം തന്നെ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. പലപ്പോഴും ഞാൻ കാറിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിർത്തി കുറേ നേരം ഇങ്ങനെ നിന്ന് കാണാറുണ്ട്. ഒരു വല്ലാത്ത കാഴ്ചയാണ് വയനാട്ടിലെ ചുരത്തിൽ നിന്ന് കേരളത്തിൻ്റെ ഈ പച്ചപ്പിലേക്ക് നോക്കുക എന്നുള്ളത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് പലപ്പോഴും ചെയ്യാറുണ്ട്. അത് എനിക്ക് തന്നെ അറിയാത്ത രീതിയിൽ പ്രകൃതിയായിട്ടുള്ള എൻ്റെ ഒരു ദൈവബന്ധമാണത്. അത് രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ബന്ധപ്പെട്ട് വരുന്നതല്ലാത്തതുകൊണ്ട് അതങ്ങനെ മനസ്സിൽ കിടന്നിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് എന്തായാലും ഈ സംഭാഷണത്തിൽ ഒരു സന്തോഷം കിട്ടിയ കാര്യം വേണുവിലൊരു ചിത്രകാരനുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അത് തൻ്റെ കലാവിഷ്കാരത്തിൻ്റെ ഒരു സാധ്യത ഒരു കാലത്ത് അദ്ദേഹം ആസ്വദിക്കുകയും ആനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത്രയധികം നമ്മുടെ പൊതുസമൂഹത്തിലോ നമ്മുടെ ഈ ഒരു ആത്മകഥയിലോ ഒന്നും വെളിപ്പെട്ട് വരാത്തൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഈ പ്രകൃതിയും പ്രപഞ്ചവും മനുഷ്യനും എന്ന് പറയുന്ന ആ പുസ്തകത്തിൻ്റെ നാമം തന്നെ വളരെ അസാധാരണമായിട്ടുള്ളൊരു നാമമാണ്, പ്രപഞ്ചവും മനുഷ്യനും എന്ന് പറയുന്നത്. പക്ഷേ ആ പുസ്തകത്തിനകത്ത് ഭൗതികവാദപരമായിട്ടുള്ള ഒരു പ്രപഞ്ച വീക്ഷണമാണ് അതിനകത്ത് അവതരിപ്പിക്കുന്നത്. അതിനപ്പുറത്തുള്ള, അതായത് ഒരു അജ്ഞാതമായിട്ടുള്ള അൺനോബിളായിട്ടുള്ള മറ്റൊരു പ്രപഞ്ചത്തെ മുഴുവനായിട്ട് നമ്മുടെ ശാസ്ത്രയുക്തി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഡയലക്റ്റിക്സിൻ്റെ ദ്വന്ദ്വ യുക്തി കൊണ്ടോ നമുക്ക് നിർവചിക്കാനോ വിശദീകരിക്കാനോ പലപ്പോഴും കഴിയില്ല. പക്ഷേ പലപ്പോഴും വേണുവിൻ്റെ ആദ്യഘട്ടങ്ങളിലുള്ള വായനകളിലൊക്കെ തന്നെയും ഈ ഡയലക്റ്റിക്സിൻ്റെ ആ യുക്തി എന്ന് പറയുന്നത്, ആ ദ്വന്ദ്വയുക്തി കൊണ്ട് രണ്ട് ഘടകങ്ങൾ, പ്രകൃതി, സംസ്കൃതി അല്ലെങ്കിൽ ഭൗതികം, ആത്മീയം എന്ന് പറയുന്ന ആ ഒരു യുക്തി കൊണ്ട് പരിഹരിക്കപ്പെടാവുന്ന ഒരു കാര്യമല്ല പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകളും അതിൻ്റേതായിട്ടുള്ള അജ്ഞാതമായിട്ടുള്ള അതിൻ്റെ വശങ്ങളും എന്നുള്ളത്. അതിലേക്ക് വേണ്ടതുപോലെ പ്രവേശിക്കുവാനായിട്ട് സത്യത്തിൽ വേണു ശ്രമിച്ചതായിട്ട് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ചയുണ്ട്. എന്താണ് തൻ്റെ ഒരു ദൗത്യത്തിൻ്റെ മനുഷ്യനാണ്, ഒരു മാൻ ഓഫ് മിഷൻ എന്ന് പറയാവുന്ന തൻ്റെ ജീവിതത്തിൽ താൻ ഇതാണ് ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ഉറച്ചൊരു വിശ്വാസമുണ്ട്. അതിനെ തടയിടുന്ന ഒന്നിനെയും അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറുമല്ല. ആ ഒരു നിഷ്ഠയും ആ ഒരു ദൃഢനിശ്ചയവുമാണ് വേണുവിനെ ഇത്രയേറെ കാര്യങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ അദ്ദേഹം തന്നെ പലപ്പോഴും പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പറയുമ്പോഴൊക്കെ അദ്ദേഹത്തിന് സാഹിത്യം തനിക്ക് അന്യമായിട്ടുള്ളൊരു കാര്യമാണ്. പുസ്തകങ്ങൾ ഞാൻ വായിക്കാറേ ഇല്ല. ഇപ്പോൾ ഒ വി വിജയനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ചർച്ച നടന്നപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു തുടങ്ങിയത്, ഞാൻ ഒ വിജയൻ്റെ ഒരു പുസ്തകവും എനിക്ക് എന്നെ ആകർഷിച്ചിട്ടില്ല, ഖസാക്കിൻ്റെ ഇതിഹാസവും തന്നെ ആകർഷിച്ചിട്ടേ ഇല്ല, അല്ലെങ്കിൽ ആധുനികതയുടെ ആ ഒരു അസ്തിത്വ ദർശനം എന്നെ ഒരു നിലയ്ക്കും എനിക്ക് ആവേശം കൊള്ളിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ പലപ്പോഴും പല എഴുത്തുകാരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ, ഇപ്പോൾ തുടക്കത്തിലെ തന്നെ സച്ചിദാനന്ദനുമായിട്ടുള്ള വേണുവിൻ്റെ ചില സംവാദങ്ങൾ നടക്കുന്നുണ്ട്. തുടക്കത്തിലെ തന്നെ ബന്ധുക്കളാണ് അവർ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെയുള്ളൊരു സംവാദം മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലായിടത്തും അദ്ദേഹത്തിന് ഒരു അന്ധമേഖല പോലെ ഈ സാഹിത്യം എന്തുകൊണ്ട് നിൽക്കുന്നു, കവിതയോടും സാഹിത്യത്തോടും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു രീതി ഒരു അടഞ്ഞതുപോലെ തോന്നുന്നുണ്ട്. ഈ പുസ്തകത്തിനകത്താണെങ്കിൽ അങ്ങനെ പറയേണ്ട ഘട്ടങ്ങളിലൊക്കെ തന്നെയും ഒരു സെൽഫ് സെൻസർഷിപ്പ് പോലെയാണ്. അതിങ്ങനെ അടച്ചു കളയാണ് ചെയ്യുന്നത്. പറയാൻ ശ്രമിക്കുമ്പോൾ അതിനങ്ങ് വിട്ടുകളയാണ് ചെയ്യുന്നത്. എന്തോ അതിനെ അങ്ങ് പിടികൂടാനായിട്ട് അദ്ദേഹത്തിന് എന്തോ ഒരു വിശ്വാസക്കുറവ് പോലെ തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അതിനെ ജീവിതത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് അദ്ദേഹത്തിന് ഒ വി വിജയൻ തന്നെ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, അദ്ദേഹത്തോട് പറയുന്നുണ്ട്, വേണുവിന് രാഷ്ട്രീയം അല്ല നല്ലത്, രാഷ്ട്രീയത്തിൽ താങ്കൾ വിട്ടുപോകും എന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഒ വി വിജയൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറ്റിപ്പുഴ വളരെ മുമ്പേ തന്നെ പറയുന്നുണ്ട്, രാഷ്ട്രീയമല്ല വേണുവിന് യോജിച്ചത് എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. NV കൃഷ്ണവാര്യരെ, അങ്ങനെ പലർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ആ വ്യക്തിത്വത്തിനകത്തുള്ള ചില ആകർഷണീയതകളെ കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകതയുണ്ട്. ഒരു സാധാരണ രാഷ്ട്രീയക്കാർക്കില്ലാത്ത ഒരു ശുഷ്ക യുക്തിയിലല്ല അദ്ദേഹം ഏത് കാര്യത്തെയും കാണുന്നത് എന്നുള്ളതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. സ്വാഭാവികമായിട്ട് അത് വിടർന്നു വന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് വേറെ പലതും വരുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല ഒരു സമയമാണ് വേണുവിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ പറയുന്നത് പോലെയുള്ള ഈതിവാദകൾ, മാർക്സിസത്തിൻ്റെയും മറ്റു പല ഈതിവാദങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞു കഴിഞ്ഞു, സ്വതന്ത്രതയുടെ ഒരു ആനന്ദം അനുഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ തനിക്ക് കുറച്ചുകൂടി തനിക്ക് ചെയ്യാൻ കഴിയാമായിരുന്ന പല കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ സാധിക്കും. ഈ പ്രായമാണ് ശരിക്കും തത്വചിന്താപരമായിട്ടുള്ളൊരു വിഷാദം, ഒരു ആനന്ദം അദ്ദേഹത്തിന് അനുഭവിക്കാനായിട്ട് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇനി തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്കകത്ത്
ഈ ഘടകത്തിന് ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രാധാന്യം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആദ്യം മുതലേ എനിക്ക് തോന്നിയിട്ടുള്ളതാണ് കവിതയും മറ്റു സാഹിത്യ മേഖലകളൊന്നും എൻ്റെ മേഖലയല്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. കവിത വായിച്ചാൽ മനസ്സിലാവാത്ത ഒരാളെന്ന് സ്വയം ഞാൻ വിലയിരുത്തുന്ന ആളാണ് ഞാൻ. അത്രത്തോളമാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും അത് ചെറുപ്പം മുതലേ തന്നെ അങ്ങനത്തെ ഒരു ധാരണ എന്നുണ്ട്. അതുകൊണ്ടാണ് സാഹിത്യം എൻ്റെ വിഷയമല്ല എന്ന ഒരു തോന്നലുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ചില അംശങ്ങളും ഘടകങ്ങളൊക്കെ എന്നിലും ഉണ്ടായേക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പൊതുവിൽ അത്തരം ഒരു ധാരണ, സാഹിത്യം എൻ്റെ മേഖലയല്ല എന്നൊരു ധാരണ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ടുണ്ടായതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ആ അർത്ഥത്തിൽ ഗൗരവപൂർവ്വം ചിന്തിച്ചിട്ടില്ല. എൻ്റെ മേഖല ശാസ്ത്രവും തത്വചിന്തയൊക്കെയാണ് എൻ്റെ ബൗദ്ധികമായ മേഖല എന്ന രീതിയിലുള്ളൊരു വിലയിരുത്തലും എനിക്കുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ സംഭവിച്ചതും അങ്ങനെ തന്നെയാണ്. ആ മേഖലയിലാണ് എൻ്റെ കൂടുതൽ ബുദ്ധിപരമായ അന്വേഷണങ്ങൾ മുഴുവൻ നടന്നിട്ടുള്ളത്. ശാസ്ത്രം പഠിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ടുള്ള ദാർശനിക അന്വേഷണങ്ങളിലുമാണ്. രാഷ്ട്രീയം പിന്നീട് അതിൻ്റെ തുടർച്ച എന്ന രീതിയിൽ വന്ന് പോയതാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്, പലവരിലും കാണാത്തൊരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഈ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനവും അതോടൊപ്പം തന്നെ തത്വശാസ്ത്രം, പിന്നെ അതിൽ നിന്ന് ചരിത്രം, സാമൂഹ്യശാസ്ത്രം, രാഷ്ട്രീയം തുടങ്ങിയിലേക്കൊക്കെ വരികയും ചെയ്തൊരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഏറെക്കുറെ വിജ്ഞാന മേഖലകളുടെ എല്ലാ മേഖലകളുമായിട്ടും ഒത്തിരി ഗൗരവപൂർവ്വം തന്നെ പരിചയപ്പെടാനും അത്തരം ഒരു അടിത്തറ ഉണ്ടാക്കാനും കഴിഞ്ഞു എന്നുള്ളത് പലപ്പോഴും എനിക്ക് തന്നെ തോന്നിയിട്ടുള്ള എൻ്റെ ഒരു എന്താ പറയുക, യാദൃച്ഛികം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ എനിക്ക് കിട്ടിയൊരു ഗുണമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതെൻ്റെ ചിന്താപദ്ധതിയെ പൊതുവിൽ ആ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ സംഭവിച്ചു, ഞാനത് ബോധപൂർവം വളർത്തിയെടുത്തൊന്നുമല്ല, അങ്ങനെ അങ്ങ് വന്നു പോയി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഈ സാഹിത്യം വരുന്നില്ല. പൊതുവിൽ എനിക്ക്, ഞാൻ പറഞ്ഞില്ല, കവിത വായിച്ചാൽ മനസ്സിലാവാത്ത ഒരാളെന്ന് ഞാൻ പറയാറില്ല. അത്യാവശ്യം കവിതയൊക്കെയും വായിക്കാറുണ്ട്, എന്നാലും ശരിക്ക് മനസ്സിലാവാത്ത ഒരാളാണ് ഞാനെന്ന് എന്നെ സ്വയം വിലയിരുത്തുന്നത്. അതെൻ്റെ മേഖലയല്ല എന്നുള്ള കൃത്യമായ തോന്നലുണ്ട്. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് അടുത്ത കാലത്ത് ഈ മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഞാൻ മനഃശാസ്ത്രത്തിൽ നിന്ന് അധികം ഉദ്ദേശിക്കുന്നത് മസ്തിഷ്കത്തെ സംബന്ധിക്കുന്ന അതിൻ്റെ ജൈവശാസ്ത്രപരം കൂടിയായിട്ടുള്ളൊരു തലത്തിൽ നിന്നിട്ടാണ് ഞാൻ മനഃശാസ്ത്രത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അടുത്ത കാലത്തൊക്കെ എനിക്ക് കൂടുതൽ ബോധ്യം വന്നിട്ടുള്ളൊരു കാര്യം, നമ്മുടെ മസ്തിഷ്കത്തിൽ ഈ പ്രത്യേകിച്ചും ഭാഷയാണ് നമ്മുടെയൊക്കെ ചിന്തയെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. ഭാഷയ്ക്ക് ആധാരമായി വരുന്ന ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വരുന്ന ഇംപ്രഷൻസ് ഉണ്ട്. ആ ഇംപ്രഷൻസിനെ, മുദ്രകളെ വാക്കുകളാക്കി മാറ്റുന്നൊരു പ്രക്രിയ, അതാണ് ഭാഷ കൊണ്ടത്. അത് മനുഷ്യന് മാത്രം കിട്ടിയിട്ടുള്ളൊരു ഗുണമാണ്, മറ്റൊരു ജീവികളിലും ഇല്ലാത്തൊരു ഗുണമാണ് ആ ഭാഷാ ഉപയോഗം. അതാണ് മറ്റ് സ്തന്യപ ജീവികളിൽ നിന്നെല്ലാം മനുഷ്യനെ വളരെയധികം ഉയർത്തിക്കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ മുദ്രകളെ വാക്കുകളാക്കി മാറ്റിയിട്ട് ആ വാക്കുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കാനുള്ള ഒരു കഴിവ്, അതാണ് നമ്മുടെ ചിന്താശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ തലത്തിൽ അന്വേഷിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഓരോ മസ്തിഷ്കത്തിൻ്റെയും ഓരോ വ്യക്തിയുടെയും മസ്തിഷ്കത്തിൽ എൻ്റെ ആ മേഖലകളിൽ, ഇപ്പോൾ ഈ കവിത അല്ലെങ്കിൽ ചിത്രരചന അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹിത്യ വിഷയങ്ങളിലുള്ള താല്പര്യം, ഇതിനൊക്കെ ബാധിക്കുന്ന ശരിക്കും മസ്തിഷ്കത്തിലെ ഭൗതികമായ ജീവിത എന്താ പറയുക, അതിൻ്റെ ആ പരമ്പരാഗതം എന്ന് പറയാവുന്ന, പാരമ്പര്യപരം എന്നൊക്കെ പറയാവുന്ന, ജനിതകമെന്ന് പറയാവുന്ന ഒരു അടിസ്ഥാനമുണ്ട്. അത് നമ്മളെല്ലാം തന്നെ വ്യത്യസ്തമായിരിക്കും. ആ വ്യത്യസ്ത ചേരുവയിൽ നിന്നാണ് ഒരാളുടെ കവിതാ താല്പര്യവും മറ്റ് രീതിയിലുള്ള സാഹിത്യ താല്പര്യവും ചിത്രരചനാ താല്പര്യം, ഇങ്ങനെ പലതും ഉണ്ടാകുന്നത്. അങ്ങനൊരു അടിസ്ഥാനം നിങ്ങളിൽ, ജനിതകമായ അങ്ങനെ ഒരു അടിസ്ഥാനമില്ലാതെ നിങ്ങൾക്കൊരു കഴിവുണ്ടാക്കിയെടുക്കാൻ കഴിയില്ല. പലരും അങ്ങനെ പറയാറുണ്ട്, വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷെ അത് ശരിയല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു അടിസ്ഥാനം വേണം. ഒരു കവിതാവാസന അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള നിങ്ങളുടെ ബൗദ്ധിക തലത്തിലുള്ള സവിശേഷമായ കഴിവുകൾ, വാസന എന്നൊക്കെ പറയുന്ന, അതിനൊരു അടിസ്ഥാനമുണ്ട്, ഭൗതികമായ അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം നിങ്ങളിൽ ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും അതിനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ചിന്തിച്ചു പോകുന്നുള്ളത്, എൻ്റെ മസ്തിഷ്കത്തിൽ ഈ കവിതയുടെയൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു അടിസ്ഥാനം ഇല്ല എന്നാണ് ഞാൻ പൊതുവിൽ ചിന്തിച്ചു പോന്നിട്ടുള്ളത്. ഉണ്ടാകാൻ ചിലപ്പോൾ ചെറിയ അംശങ്ങൾ പോലെയൊക്കെ ഉണ്ടായേക്കാം. കവിതയിലേക്കോ സാഹിത്യത്തിലേക്കോ സൗന്ദര്യാനുഭൂതികളിലേക്കോ വേണുവിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല.
പക്ഷേ ഇവിടെ ഇപ്പോൾ പറഞ്ഞത് കാര്യമുണ്ട്, ഒരു ബയോളജിക്കൽ ഡിറ്റർമിനിസം പോലെയാണ് അദ്ദേഹം ഇവിടെ കാര്യം പറഞ്ഞത്. ജനിതകമായിട്ടുള്ള ഒരു കാര്യമുള്ളത് കൊണ്ട് എനിക്ക് അവിടെ തന്നെ നിൽക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഇതിനെ ട്രാൻസെൻഡ് ചെയ്യുന്ന ശാസ്ത്രകാരന്മാർ തന്നെ ധാരാളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ വളരെ പ്രശസ്തരായിട്ടുള്ള ഐൻസ്റ്റൈനെ പോലെയോ അല്ലെങ്കിൽ റിച്ചാർഡ് ബാക്കിനെ പോലെയുള്ളതായ സയൻറ്റിസ്റ്റുകൾ തന്നെ വലിയ കാവ്യാത്മകതയോട് കൂടിയിട്ട് വൈകാരികതയെ ആനന്ദിച്ചുകൊണ്ട് എഴുതുന്നതും പ്രകടിപ്പിക്കുന്നതൊക്കെ കാണാൻ കഴിയും. ഈ പുസ്തകം തന്നെ നോക്കുകയാണെങ്കിൽ സാധാരണ ഒരു ദാർശനികൻ്റെയോ ഒരു ശാസ്ത്രജ്ഞൻ്റെയോ ശുഷ്കമായിട്ടുള്ള ഭാഷയിലല്ല, ഒരുപാട് ബന്ധങ്ങളുടെ മനോഹരമായിട്ടുള്ള ചിത്രീകരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രണയത്തെക്കുറിച്ചുള്ള തൻ്റെ ആദ്യ പ്രണയത്തെക്കുറിച്ച് വേണുവിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള കണ്ണ് നിറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ അത്ര കണ്ട് നമുക്ക് ഒരു വല്ലാതെ ആവേശം കൊള്ളിക്കുന്ന ഒരു അധ്യായം ഇതിനകത്തുണ്ട്. ആദ്യത്തെ പ്രണയത്തെക്കുറിച്ച്, അത് നഷ്ടപ്രണയമാണ്. അതിനകത്തെ കഥാപാത്രത്തോടുള്ള തനിക്കുണ്ടായിട്ടുള്ള വായ്പകൾ, സ്നേഹവായ്പകൾ, അത് നഷ്ടപ്പെട്ടു പോയത് വീണ്ടും തന്നിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അനുരണനങ്ങൾ, ഇതൊക്കെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. ഒരു 50 വർഷം മുമ്പ് ഉണ്ടായ ഒരു പ്രണയമാണത് എങ്കിൽ പോലും ഇപ്പോഴും അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ അവസാനത്തിൽ പറയാൻ ശ്രമിക്കുന്നുണ്ട്, എനിക്കൊരിക്കലും ആ ഒരു ആദ്യ കാമുകിയെ മറക്കാൻ കഴിയുന്നില്ല, അത്രമാത്രം തന്നെ അങ്ങ് ആവേശിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ ഒരു ശാസ്ത്ര യുക്തിയുടേതായിട്ടുള്ള വളരെ കണിശമായ കൃത്യമായ ആ ഒരു തലമുണ്ടായിരിക്കെ തന്നെ വൈകാരികതയുടെ അതിനെ ഓവർഫ്ലോ ചെയ്യുന്ന മറ്റു ചില ഘടകം കൂടി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെയും ഉണ്ട് അദ്ദേഹത്തിനെ കരയിപ്പിച്ചതും തന്നെ സന്തോഷിപ്പിച്ചതുമായിട്ടുള്ള രംഗം, തന്നെ കുടുംബത്തിനകത്ത് മക്കളുടെ പേരക്കുട്ടികളുമായിട്ടുള്ള അതിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെ പറയുന്നത് സാധാരണ നമ്മുടെ ഒരു ഇത്തരത്തിലുള്ള ഒരു പുസ്തകത്തിനകത്ത് കടന്നു വരാത്തതാണ്. ഭാഷയിലാണെങ്കിൽ അത്തരത്തിലായ നനവ് വളരെ കൂടുതലുമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന സാമ്പ്രദായികമായ അർത്ഥത്തിൽ ഒരു കവിത എഴുതണമെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സൗന്ദര്യാവിഷ്കാരം നടത്തണമോ എന്നുള്ളതല്ല, ഒരു സൗന്ദര്യത്തിൻ്റെ ഒരു തലം. കാരണം നമ്മൾ പറയാറുണ്ടല്ലോ, ഈ ബ്യൂട്ടി സേവ്സ് ദ വേൾഡ് എന്നാണല്ലോ ഡോസ്റ്റോവസ്കി പറയുന്നത്. സൗന്ദര്യമാണ് ലോകത്തെ രക്ഷിക്കുന്നത്, സൗന്ദര്യം ലോകത്തെ രക്ഷിക്കും. അപ്പോൾ അത്തരത്തിലുള്ളതായ സൗന്ദര്യത്തിൻ്റെ ആ ഒരു ഊർജ്ജം ഉള്ളതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും നല്ലൊരു രാഷ്ട്രീയ ചിന്തകനാകാനും ഒക്കെ തന്നെ ദാർശനികനാകാനും ഒക്കെ തന്നെ വേണുവിന് കഴിഞ്ഞിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. അപ്പോൾ സൗന്ദര്യത്തെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിൽ തന്നെ അദ്ദേഹത്തിന് പഠിക്കാനും അത് ആസ്വദിക്കാനും ആനന്ദിക്കാനും കഴിയുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വീണ്ടും ആവർത്തിച്ചുള്ളൊരു ചോദ്യമാണിത്. അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് കരുതരുത്. അദ്ദേഹത്തിന് തുടർന്ന് എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയാനുണ്ടെങ്കിൽ നന്നായിരുന്നു. ബയോളജിക്കൽ ഡിറ്റർമിനിസ്റ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ളൊരു വ്യാഖ്യാനമാണ് എൻ്റേതെന്നുള്ളത് ശരി തന്നെയാണ്. അതോടൊപ്പം തന്നെ അത് ഒരു ഡിറ്റർമിനിസ്റ്റിക് അല്ലാതെ തന്നെ സംഭവിക്കാമെന്നാണ് എൻ്റെ ഒരു സമീപകാല ഫിലോസഫിയിലൊക്കെ ഉള്ളൊരു പ്രധാനപ്പെട്ട ഘടകം യാദൃച്ഛികതയുടെ പങ്കാണ്. യാദൃച്ഛികത എന്ന് പറയുന്നത് പണ്ടൊക്കെ ഫിലോസഫി ഡിക്ഷണറിയിലൊക്കെ പറയാറുള്ളത് യാദൃച്ഛിക എന്ന് പറയുന്നത് സിനോണിം ഓഫ് ഇഗ്നറൻസ് എന്ന് പറയും, അജ്ഞതയുടെ പര്യായം. നിങ്ങൾക്കൊരു കാര്യം അറിഞ്ഞുകൂടാത്തതുകൊണ്ട് നിങ്ങളത് യാദൃച്ഛികം എന്ന് പറയുന്നു. അങ്ങനെയല്ല, പ്രകൃതിയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് യാദൃച്ഛികത എന്നതാണ് എൻ്റെ സമീപകാലത്തെ പ്രധാനപ്പെട്ട ഒരു നിലപാട്. അതായത് വളരെ കർക്കശമായ പ്രകൃതി നിയമങ്ങൾ, അനിവാര്യമെന്ന് പറയാവുന്ന പ്രകൃതി നിയമങ്ങൾ ഉള്ളപ്പോൾ തന്നെ അതിനെ പൂർണ്ണമായി ലംഘിക്കുന്ന രീതിയിലുള്ള ഒരു ഘടകമാണ് അത്. പ്രകൃതിയുടെ ഈ നിരന്തരമായ ചലനങ്ങൾക്കും മാറ്റങ്ങൾക്കും അടിസ്ഥാനം അതാണ്. അതില്ലായിരുന്നെങ്കിൽ ഈ അനിവാര്യത മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ ശാസ്ത്രം അനിവാര്യതയെക്കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത്. ക്വാണ്ടം മെക്കാനിക്സൊക്കെ വന്നപ്പോൾ ചാൻസ് കൂടി അതിലേക്ക് വന്നെങ്കിൽ തന്നെയും ക്വാണ്ടം മെക്കാനിക്സിനെയും അനിവാര്യതയുടെ ചട്ടക്കൂടിൽ ഒതുക്കാനാണ് ശാസ്ത്രം ലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവിൽ അങ്ങനത്തെ ഒരു ചട്ടക്കൂടിൽ മാത്രമാണ് പ്രകൃതി നിൽക്കുന്നത് എങ്കിൽ ഒരിക്കലും ഈ രീതിയിലുള്ള ഒരു ചലനാത്മകമായ പരിവർത്തനാത്മകമായ ഒരു പ്രകൃതി അല്ല ഉണ്ടാവുകയായിരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ജൈവപ്രകൃതി എന്ന് പറയുന്നത് അങ്ങേറ്റം വൈവിധ്യാത്മകമാണ്, ഒരിക്കലും തന്നെ അനിവാര്യ ചട്ടക്കൂടിൽ ഒതുങ്ങുന്നതല്ല ശരിക്കും. ആ അർത്ഥത്തിൽ തീർച്ചയായിട്ടും ഈ എന്താ പറയുക, ഈ ബയോളജിക്കലായ ഒരു അടിസ്ഥാനം ഉള്ളപ്പോൾ തന്നെയും അവിടെയും ഒരു യാദൃച്ഛിക സാധ്യതകൾ ഒട്ടേറെ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്, മസ്തിഷ്ക ഘടനയിലും ഇതിലുമൊക്കെ തന്നെ. അപ്പോൾ ഞാനീ പൊതുവായി ഇപ്പം എൻ്റെ ഒരു സ്വഭാവത്തിൽ കവിതയില്ല എന്ന് ഞാൻ കരുതുന്നുണ്ടെങ്കിൽ തന്നെ ഉണ്ടാകാം, ഉണ്ടായിക്കൂടായില്ല, ഞാനത് പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. ഇവിടെ ഇപ്പോൾ യാദൃച്ഛികതയെക്കുറിച്ചുള്ള ഈ ഒരു ചിന്ത ഇപ്പോൾ വേണു നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഈ പുസ്തകത്തിൽ നിറയെ യാദൃച്ഛികതകളും
ആകസ്മികതകളും നിറഞ്ഞിട്ടുള്ളൊരു പുസ്തകം കൂടിയാണ്. സാധാരണ നിലയ്ക്ക് നമ്മൾ ചില ആസൂത്രണങ്ങളുടെ ഉള്ളിലാണ് നമ്മുടെ വിപ്ലവ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. ചില ആസൂത്രണങ്ങളുണ്ട്, മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പ്രത്യയശാസ്ത്രത്തിൻ്റേതായാലും മറ്റു പലതിൻ്റെയും ആസൂത്രണങ്ങളുടെ ഉള്ളിലാണ് നടക്കുന്നത്. പക്ഷേ ആസൂത്രണങ്ങളെല്ലാം തന്നെ പൊടിയായി പോകുന്നതായിട്ടും അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നുണ്ട്. അതിനേക്കാൾ ശക്തമായിട്ട് യാദൃച്ഛികത ഒരിക്കലും കടന്നു വരാൻ കഴിയാത്ത ചില കാര്യങ്ങളിലേക്ക് അദ്ദേഹം ഇടപെടുന്നുണ്ട്. ഒരു ഹാപ്പനിങ് പോലെയാണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ഹാപ്പനിങ് എന്ന് പറയുമല്ലോ, അതായത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. നമ്മുടെ എല്ലാ ആസൂത്രണങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ അനുവദിച്ചു കൊടുക്കുക കൂടിയാണ് ഓരോ മനുഷ്യനും ചെയ്യേണ്ടത് എന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാനതിനെ അങ്ങനെ പറയല്ല. ഞാനിപ്പോൾ എഴുതിയ ഒരു നോവലുണ്ട്. ആ നോവൽ ശരിക്കും ഹാപ്പനിങ് എന്ന് പറയുന്ന ഒരു ആശയത്തെ പറയാൻ ശ്രമിച്ചതാണ്. അതായത് അതിനകത്തെ കഥാപാത്രം ഒരുപാട് ആസൂത്രണങ്ങളിൽ പെട്ടുപോവുകയും പിന്നെ ആസൂത്രണങ്ങൾക്ക് അതൊക്കെ അസംബന്ധങ്ങളാണ്. ആസൂത്രണങ്ങൾക്ക് കാര്യമില്ല. പ്രകൃതി തന്നെ ഇങ്ങനെ ഹാപ്പനിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ചലിക്കുക അനായാസമായിട്ട് നൈസർഗികമായിട്ട്, അല്ലെങ്കിൽ അതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നതിനെ നമ്മൾ ബലപ്പെടുത്തി അതിന് നമ്മൾ നമ്മുടേതായിട്ടുള്ള വഴിക്ക് മാറ്റിയെടുക്കേണ്ട കാര്യമില്ല. അതിനോട് ചേർന്ന് അതിനനുവദിച്ചു കൊടുത്ത് ആഘോഷപൂർവ്വം സാഘോഷം ആ ഹാപ്പനിങ് നടത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലാണ് ഞാൻ എൻ്റെ നോവൽ എഴുതിയത്. ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോഴും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത്. ആകസ്മികത, യാദൃച്ഛികത എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഒരു വിശ്വാസ സിദ്ധാന്തമായിട്ട് വരാൻ പാടില്ലാത്തതാണ്. കാരണം അവർക്ക് അതിൻ്റേതായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ചില പ്രത്യയശാസ്ത്ര വ്യക്തതകളും ചരിത്രപരമായിട്ടുള്ള ബോധങ്ങളും പ്രവർത്തിക്കുന്നത് കൊണ്ട് അതുണ്ടാവാൻ പാടില്ല. പക്ഷേ വേണു പലപ്പോഴും ഈ യാദൃച്ഛികതയെ അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. അത് സന്തോഷപൂർവ്വം അതിനെ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അത് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ സൗന്ദര്യാത്മകതയുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യം കൂടിയാണത്. കാരണം ഏത് കാര്യവും നമുക്ക് അജ്ഞാതത്തെ അഭിമുഖീകരിക്കുകയാണ് സാഹിത്യം ചെയ്യുന്നത്. നമുക്കറിയാത്ത കാര്യങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. അപ്പോൾ ആ തരത്തിലുള്ളതായ ഒരു വശം കൂടി വേണുവിൽ പ്രബലമായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ യാദൃച്ഛികതയെക്കുറിച്ച് കുറച്ചുകൂടി ഒരു കാര്യം പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഒരർത്ഥത്തിൽ ഈ തമ്പി പറഞ്ഞത് ശരിയാണ്. യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ ചട്ടക്കൂടിൽ മാത്രമല്ല, വളരെ കർക്കശമായ ഒരു രാഷ്ട്രീയ ചട്ടക്കൂടിലൂടെ പ്രവർത്തിച്ചു വന്ന ഒരാളെന്ന രീതിയിൽ ചട്ടക്കൂടിനെ ഭേദിച്ച് മുന്നോട്ട് പോകാൻ സാധാരണഗതിയിൽ സാധ്യമല്ല. പക്ഷേ പലരും ചൂണ്ടിക്കാണിച്ചൊരു കാര്യം തന്നെയാണ്, എന്നെപ്പോലെ അത്ര കർക്കശമായ ഒരു രാഷ്ട്രീയ നിലപാടുകളിൽ നിന്നൊരാൾക്ക് അതിനെ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എനിക്ക് മാറാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ഈ ഒരു ഘടകം എന്നിലുള്ളത് കൊണ്ട് തന്നെയാണെന്ന് ഞാൻ കരുതുന്നത്. അത് പൊതുവിൽ ഞാൻ ഈ പ്രകൃതിയോടുള്ള എൻ്റെ നിരന്തരമായ നിരീക്ഷണം അതെൻ്റെ മനസ്സിൻ്റെ ഒരു സ്ഥിരം ഒരു ഘടകമാണത്. പ്രകൃതിയിലെ അനന്തമായ സാധ്യതകൾ എന്നാണ് ഞാൻ പറയാറുള്ളത്. പ്രകൃതിയുടെ ഇതിൻ്റെ സ്പേസിലുള്ള അനന്തതയുടെ വിഷയമല്ല, അതിൻ്റെ സാധ്യതകൾ നിരന്തരം നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തുള്ള സാധ്യതകൾ നമ്മെ എപ്പോഴും നിരന്തരം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സാധ്യതകൾ പ്രകൃതി തന്നെ നിൽക്കുന്നതും അത് തന്നെയാണ്. പ്രകൃതിയുടെ അടിസ്ഥാന സ്വഭാവം തന്നെയും നിരന്തരമുള്ള സാധ്യതകളെ, പുതിയ സാധ്യതകളെ സൃഷ്ടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ചലനാത്മകമായ ഒരു ഘടന പ്രകൃതിക്കുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് എൻ്റെ മനസ്സിൽ പൊതുവിൽ ആദ്യം മുതലുണ്ട്. പ്രകൃതിയോടുള്ള എൻ്റെ ഈ എന്താ പറയുക, പ്രണയമെന്ന് പറയാവുന്ന രീതിയിലുള്ള ബന്ധം ആ പ്രകൃതിയുടെ വൈവിധ്യത്തെ മനസ്സിലാക്കുന്നതിൽ കൂടിയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞതുപോലെ കർക്കശമായ ഒരു ചട്ടക്കൂടിൽ നമുക്ക് ഒതുങ്ങി നിൽക്കാൻ കഴിയില്ല. പ്രകൃതിയെ അത്ര അടുത്തറിയാൻ ശ്രമിക്കുന്ന ഒരു മനസ്സിനൊരിക്കലും അങ്ങനത്തെ ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ രാഷ്ട്രീയമായി വളരെ ചട്ടക്കൂടും നിർബന്ധിതമായ ചട്ടക്കൂടുകൾ, ഒരു രീതിയിലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു ചട്ടക്കൂടിൽ നിൽക്കുമ്പോൾ പോലും മനസ്സ് എങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ മറികടക്കാൻ കഴിഞ്ഞു എന്ന്. ഈ പറഞ്ഞ മാർക്സിസത്തിൻ്റെയൊക്കെയുള്ളൊരു വലിയ ചട്ടക്കൂട് വളരെ അടുത്ത ചില സുഹൃത്തുക്കൾ തന്നെ എന്നോട്, മാർക്സിസ്റ്റ് നിലപാടുകളൊക്കെ ഉള്ള ചില സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്കിത് എങ്ങനെ കഴിഞ്ഞു എന്ന് ചോദിക്കുന്നത്. അതായത് മാർക്സിസത്തെ പൂർണ്ണമായി ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി അംഗീകരിച്ച ഒരാൾക്ക് മാർക്സിസത്തെ പൂർണ്ണമായി തള്ളിക്കളയാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് അവർക്കൊട്ടും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ള വിഷയം അതൊരു വിഷയമാണ്. പക്ഷേ അതെനിക്ക് കഴിഞ്ഞു എന്നുള്ളത് എന്നെയും കൂടി അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഇത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു
അപ്പോൾ ജീവിതത്തിൻ്റെ അപ്രവചനീയമായിട്ടുള്ള അനേകം ഘടകങ്ങളോട് നമ്മുടെ ഒരു ഉദാരമായിട്ടുള്ള വളരെ തുറസ്സായിട്ടുള്ളൊരു സമീപനമാണ് വേണു ഉപയോഗിച്ചിരിക്കുന്നത്. പറയുമ്പോൾ അത്രയും സൈദ്ധാന്തികമായിട്ടുള്ള അത്രയും ഗഹന പാഠങ്ങളൊക്കെ മനസ്സിലാക്കിയ മലയാളത്തിൽ മറ്റൊരു ചിന്തകനുമില്ല എന്നുള്ള കാര്യം സത്യമാണ്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത്രയും ചുരുങ്ങിയ അല്ലെങ്കിൽ ഇത്രയും അസൗകര്യങ്ങൾ നിറഞ്ഞ ഒരു ഭൗതിക ജീവിതത്തിൽ നിന്നുകൊണ്ട് ലോകോത്തരനായിട്ടുള്ള ഒരു ചിന്തകനായിട്ട് അദ്ദേഹം മാറുകയാണ്. ഇപ്പോൾ നോം ചോംസ്കിയെ പോലെയുള്ള ഒരു ചിന്തകൻ സത്യത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു എന്ന് പറയുന്ന ചിന്തകളൊക്കെ തന്നെ എത്രയോ വലിയ യൂണിവേഴ്സിറ്റികളും വലിയ സാമ്പത്തികതയും ഒക്കെ ചേർന്നിട്ടാണ് അദ്ദേഹം അത്ര വലിയ ചില ചിന്തകൾ അവതരിപ്പിക്കുന്നത്. എത്രയോ ലളിതമായിട്ടുള്ള എത്രയോ അസൗകര്യങ്ങൾ നിറഞ്ഞ ദരിദ്രമെന്ന് തന്നെ പറയാവുന്ന സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇത്രയും ഗംഭീരങ്ങളായിട്ടുള്ള ചിന്തകളിലും അതിൻ്റെ പരിണാമങ്ങളിൽ ഇടപെടലുകളും ഒക്കെ ചെയ്യുന്ന ഒരു ചിന്തകനെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. മലയാളത്തിൽ ഇങ്ങനെ ഒരു ചിന്തകൻ ഇല്ല എന്നുള്ളതാണ് സത്യം. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള അധികാര സ്ഥാപനങ്ങളിൽ ചേർന്ന് നിൽക്കുകയും അതുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം ഉൾക്കാഴ്ചയിൽ ഇത്രമാത്രം വിശ്വാസം പുലർത്തുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അപകടകരമായിട്ടൊരു സത്യസന്ധതയിൽ ജീവിക്കുക, ഇതൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് അതിന് പറ്റുന്ന രീതിയിൽ സമൂഹം അദ്ദേഹത്തിന് ഒരു സൗകര്യം ഒരുക്കി കൊടുത്തു എന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതമായാലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനകത്തൊക്കെ അത്രമാത്രം അദ്ദേഹം കഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെ കഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഇത്രയും ലോകോത്തരമായിട്ടുള്ള ദാർശനിക ചിന്തകൾ അവതരിപ്പിച്ചത് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. എത്ര കാലം ഞാൻ കോളേജിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എത്രയോ സൗകര്യങ്ങളാണ് എനിക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, UGC അത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ഒരു വ്യക്തി അത് സംഭരിക്കുന്നു, അതിനെ ആവിഷ്കരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അത്ഭുതകരമായ കാര്യമാണ്. അതേക്കുറിച്ചൊന്ന് പറയണം. അതിപ്പോൾ എങ്ങനെയെന്ന് എനിക്കും അറിഞ്ഞുകൂടാ. പൊതുവിൽ പറയാവുന്നൊരു കാര്യം, എപ്പോഴും നമ്മളറിയാതെ തന്നെ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണ് എനിക്കുള്ളതെന്ന് മാത്രമേ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. ഇപ്പോൾ ഞാനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇടയ്ക്ക് പെട്ടെന്ന് ഞാൻ അറിയാതെ അത് നിർത്തിപ്പോവും വെച്ചാൽ അതിലെ ഏതെങ്കിലും ഒരു പ്രധാന വിഷയം വരുമ്പോൾ ചിന്ത മാറിപ്പോവും. പലപ്പോഴും പറയാതെ ശ്രദ്ധാപൂർവം വായിക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു പരിമിതിയായിട്ടാണ് ഞാനും ആദ്യമൊക്കെ അങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും എത്തുന്നത് വളരെ വ്യത്യസ്തമായ പുതിയ ചില മേഖലകളിലേക്കായിരിക്കും. നമ്മൾ സാധാരണ സർഗാത്മകം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു അന്വേഷണ രീതി വന്ന് പെടുന്നുണ്ട്. എങ്ങനെയെന്ന് എനിക്കറിയില്ല ശരിക്കും. അത് പൊതുവിൽ എപ്പോഴും ഒരു മനസ്സെപ്പോഴും ഇങ്ങനെ പല വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. പ്രത്യേകിച്ചും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ചെറിയ വിഷയം പോലും കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻ്റെ മനസ്സ് പോകുന്നത് മൊത്തം ഈ പറഞ്ഞ വലിയ വിപുലമായൊരു പശ്ചാത്തലത്തിലേക്ക്, വലിയൊരു ക്യാൻവാസിലേക്കാണ് ആ വിഷയത്തെ ഞാൻ കൊണ്ടുപോവുക. അതറിയാതെ സംഭവിക്കുന്നതാണ്. എൻ്റെ മനസ്സിൻ്റെ ഒരു പ്രവർത്തന ശൈലി അങ്ങനെ ആയിപ്പോയതില്ല. അതെങ്ങനെ വന്നു എന്നൊന്നും എനിക്കറിയില്ല. ഞാനത് പരിശീലിപ്പിച്ചെടുത്തൊന്നുമല്ല. ആദ്യം മുതലേ എൻ്റെ ചിന്താപദ്ധതിയിൽ അങ്ങനത്തെ ഒരു രീതി ഉണ്ട്. അത് പൊതുവിൽ എൻ്റെ എല്ലാ ഇതുകളെയും സ്വാധീനിച്ചിട്ടുണ്ട്. മറ്റൊന്നെനിക്ക് തോന്നിയിട്ടുള്ളത്, കേരളത്തിലെ ഏറ്റവും അധികം അനാർക്കിസ്റ്റുകളുമായിട്ട് സഹവസിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കെ വേണു. എത്രമാത്രം അനാർക്കിസ്റ്റുകൾ, അരാജകവാദികൾ. എന്നാൽ ഈ അരാജകവാദത്തിൻ്റെ ഒരു സ്പർശവും അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഒരു ബീഡി പോലും വലിക്കില്ല, അല്ലെങ്കിൽ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഒരു അടുക്കും ചിട്ടയും മാനസികമായിട്ടുള്ള ഒരു അച്ചടക്കം ഉണ്ടാക്കുക, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ചുറ്റുപാടുമുള്ള അനാർക്കിസ്റ്റുകളിൽ നിന്ന് ഇത്തരത്തിലുള്ളതായൊരു വ്യക്തി ശുദ്ധി എന്നൊന്നും പറയില്ല, വ്യക്തി സ്വഭാവം എങ്ങനെയാണ് വേണു സമ്പാദിച്ചെടുത്തത് എന്നൊന്ന് ചോദിക്കുകയാണ്. അതും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അങ്ങനെ ആയിപ്പോകുന്നു എന്നേ പറയാൻ കഴിയുള്ളൂ. ചെറുപ്പകാലത്ത് എന്നെ സ്വാധീനിച്ച ഒരു വ്യക്തിത്വം ഗാന്ധിയാണ്. ഗാന്ധിയുടെ ആത്മീയവാദ ചിന്താഗതികളെ പൂർണ്ണമായി എതിർത്തിരുന്നപ്പോൾ തന്നെയും ഗാന്ധിയൻ ഒരു സാത്വിക ജീവിതത്തിൻ്റേതായ ഗാന്ധിയൻ രീതികളെ വളരെയധികം ആകർഷിക്കുന്നു. ഞാൻ പ്രീ യൂണിവേഴ്സിറ്റിക്ക് പഠിക്കുന്ന കാലത്തൊക്കെ അമ്പർച്ചർക്ക് വാങ്ങി നൂല് നൂൽക്കാൻ നോക്കിയിട്ടുണ്ട്. ഈ ഗാന്ധിയുടെ നൂല് നൂൽക്കൽ അതൊക്കെ സ്വീകരിച്ചിട്ടത് ഗാന്ധിസത്തോടുള്ളൊരു താല്പര്യം ഉണ്ടായിട്ടല്ല, ഗാന്ധിസത്തെ ഞാൻ ശക്തമായി എതിർത്ത് കൊണ്ടുപോകുന്നിരുന്നതാണ്. അപ്പോഴും ആ ഒരു ഗാന്ധിജിയിൽ നിന്ന് എനിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ സാത്വിക ജീവിത രീതികളാണ്. അതെന്തോ അറിയാതെ സ്വാംശീകരിക്കപ്പെട്ടു പോയി എന്ന് വേണമെങ്കിൽ പറയാം. അത് ആണ് മൊത്തത്തിലൊരു വ്യക്തി ജീവിതത്തിൻ്റെ ലളിതവും ശുദ്ധവുമായ ഒരു രീതി
പിന്നീട് തുടർന്ന് കൊണ്ടുപോകുന്നത്. പിന്നെ എൻ്റെ സ്വഭാവം അങ്ങനെയായി മാറിയെന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. അത് ബോധപൂർവ്വം ഞാൻ വികസിപ്പിച്ചെടുത്തതെന്ന് പറയാൻ പറ്റുന്നില്ല. ഞാൻ നേരത്തെ ഒരു പ്രണയകഥയെക്കുറിച്ച് പറഞ്ഞു, അതിൽ നിന്ന് സ്കിപ്പാവുകയാണ് ശരിക്കും വേണുവിടെ ചെയ്തത്. സത്യത്തിൽ അത്രമാത്രം ആഴത്തിൽ തന്നെ ആനന്ദിപ്പിക്കുകയും തന്നെ മുറിവേൽപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രണയ കഥയുണ്ട്. അതൊക്കെ കേൾക്കാൻ അയാൾക്ക് ആഗ്രഹമുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ അതിൻ്റെ രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ധാരാളം നമ്മൾ കേട്ട് അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അതിനേക്കാൾ കൂടുതൽ ഈ വ്യക്തി ജീവിതത്തിനകത്തുള്ള ഈ സവിശേഷമായിട്ടുള്ള ചില വൈകാരികതകളും അതൊക്കെ എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് താൻ ഇപ്പോഴും കൊണ്ടു കിടക്കുന്ന ഒരു കുടുംബ ബന്ധമുണ്ട്. ഈ പറയുന്ന ആദ്യ പ്രണയിനിയെക്കുറിച്ച് മറ്റേ മണിയോട് പറയുന്നുണ്ട്, ഭാര്യയോട് അദ്ദേഹം പറയുന്നുണ്ട്. ശരിക്കും എല്ലാ കാര്യങ്ങളും ഇതിനകത്തൊരു വലിയ പ്രത്യേകത, വല്ലാത്ത സുതാര്യതയോട് കൂടിയിട്ടാണ് വേണു എല്ലാ കാര്യങ്ങളും പറയുന്നത്. തൻ്റെ പ്രതിച്ഛായ നഷ്ടങ്ങളൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്ന പോലുമില്ല. അത് അത്രയും അധികം അദ്ദേഹം അതിനെ അങ്ങ് വളരെ സ്വതന്ത്രമായിട്ട് അത് ആവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴും അദ്ദേഹം കൊണ്ട് നടക്കുന്നുണ്ട് ആ ഒരു പ്രണയം, അല്ലെങ്കിൽ ആ പ്രണയത്തെക്കുറിച്ചുള്ള തൻ്റെ ഓർമ്മ. ഈ പുസ്തകമാണെങ്കിൽ നിറയെ ഓർമ്മകളുടെ ഒരു പുസ്തകമാണ്. ഇത്രയും ഓർമ്മശക്തിയുള്ള ഒരു പുസ്തകം ആരും രചിച്ചിട്ടുണ്ടാവില്ല. അത്രയധികം വിശദാംശങ്ങളോട് കൂടിയിട്ട് ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരെ ഓർമ്മകളിൽ നിന്ന് അദ്ദേഹം പെറുക്കിയെടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതിലേറ്റവും പ്രത്യേകതയുള്ള ഒരു അധ്യായം എന്ന് പറയുന്നത് ഉമ എന്ന് അദ്ദേഹം സാങ്കല്പികമായിട്ട് പേരിട്ടിരിക്കുന്ന ആ കാമുകിയാണ്. ആ കാമുകിയുടെ ജീവിതം ഇപ്പോഴും അവരുടെ ഏതോ ഒരു സ്ഥലത്ത്, അദ്ദേഹത്തിന് അറിയാവുന്നത് പോലെ ഒരു സ്ഥലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം അതിനകത്ത് പറയുന്നത്. അപ്പോൾ അത് അത്തരമൊരു വൈകാരികതയുടെ ആ ഒരു സന്ദർഭത്തെക്കുറിച്ച് കുറച്ചുകൂടി ഒന്ന് അതിൻ്റെ ചുരുളൊന്ന് നിവർത്തി തരികയാണെങ്കിൽ നന്നായിരിക്കും. പലപ്പോഴും ഇപ്പോഴും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വിഷയം തന്നെയാണ് ഈ പറഞ്ഞ ജീവിതത്തെ പലപ്പോഴും ഈ യാദൃച്ഛിക സംഭവങ്ങൾ വഴിതിരിച്ചു വിടുന്നു എന്ന് പറയാറുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണ് പലപ്പോഴും ഞാൻ സങ്കടത്തോടു കൂടി ആ കാര്യം ആലോചിക്കാറുള്ളത്. വളരെ നൈമിഷികമായ ഒരു ചിന്തയിൽ നിന്നെടുക്കുന്നൊരു തീരുമാനത്തിൽ നിന്നാണ് ആ പ്രണയം എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇങ്ങനെയാണ് ഞാൻ തിരുവനന്തപുരത്തെത്തിയിട്ട്, അപ്പോൾ ഈ യുക്തിവാദി സംഘങ്ങളുടെയൊക്കെ ചർച്ചകളിൽ ശാസ്ത്ര വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു രീതിയിൽ നിന്നാണ് ഞാൻ ഇവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്നൊക്കെ പോകുന്നത്. മറ്റേ വീട്ടി പട്ടത്തിരിപ്പാടൊക്കെ നടത്തിയിരുന്ന ഒരു അന്ധവിശ്വാസ വിരുദ്ധ ജാഥയൊക്കെ നടന്നിരുന്നപ്പോൾ അതിൽ പങ്കെടുത്ത് ഒക്കെ നിൽക്കുന്ന സമയത്താണ് തിരുവനന്തപുരത്തേക്ക് പി ഒ എന്നപ്പോൾ വിളിച്ചിട്ട് ഞാൻ ദേശാഭിമാനി പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്തെത്തുന്നത്. അവിടെ എത്തി. അപ്പോൾ അവിടെയും ഈ പവനൊക്കെ മുൻകൈ എടുത്തുകൊണ്ടുള്ള യുക്തിവാദി മീറ്റിങ്ങുകൾ നടക്കാറുണ്ട്. എന്നെ അതിൽ ഈ ശാസ്ത്ര വിഷയങ്ങൾ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കാറുണ്ട്. അങ്ങനെ അവിടെ വെച്ച് പരിചയപ്പെട്ടൊരു സർക്കാർ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ഒരു ഉയർന്ന ഗസറ്റഡ് റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം എൻ്റെ ഈ സംസാരവും ചർച്ചകളൊക്കെ കേട്ടിട്ട് എല്ലാ മീറ്റിങ്ങിനും ആൾ വരാറുണ്ട്. ആൾ ഞാനുമായിട്ട് പരിചയപ്പെടുകയും അടുക്കുകയും ചെയ്യുന്നുണ്ടായി. ആളിടയ്ക്ക് എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഊണ് കഴിക്കാൻ, ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പതുക്കെ ആ വീടുമായിട്ടൊരു ബന്ധം വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ 2 പെൺമക്കൾ അയാൾക്കുണ്ട്, ഒരു മകനുമുണ്ട്. മൂത്ത ആളന്ന് ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയായിട്ടൊക്കെ ഞാൻ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ചില പുസ്തകങ്ങൾ അന്വേഷിക്കുകയും, അപ്പോൾ ഞാനന്ന് പ്രപഞ്ചവും മനുഷ്യനും എൻ്റെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അന്ന് ഞാൻ എങ്കിലാബ് എന്ന് പറഞ്ഞ മാസിക തുടങ്ങി നിൽക്കുന്ന കാലം. അപ്പോൾ ആ മാസികയിലേക്ക് വേണ്ടിയിട്ട് മാവോയുടെ ചില ലേഖനങ്ങൾ തർജ്ജീമ ചെയ്യാനൊക്കെ ഈ കുട്ടി ഞാൻ ഏൽപ്പിക്കാറുണ്ട്. ഒരു പരിചയപ്പെടാൻ വേണ്ടി തന്നെയാണ് ഒരു ബന്ധമുണ്ടാക്കുക എന്ന ബോധപൂർവം അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു ശ്രമത്തിലൂടെയാണ് അതുണ്ടാകുന്നത്. അത് നല്ലൊരു അടുപ്പമായി മാറുകയുണ്ടായി. അങ്ങനെയാണ് ഒരു തവണ ഒരു പുസ്തകം എന്തോ തർജ്ജീമ ചെയ്യാൻ കൊടുത്ത ഒരു അധ്യായം തർജ്ജീമ ചെയ്യാനായിട്ടൊരു പുസ്തകം കൊടുത്തിട്ട് അത് തിരിച്ചു തന്ന സമയത്ത് അതിലൊരു ചെറിയ കുറിപ്പുണ്ടായിരുന്നു. നാളെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ വരാമോ എന്ന് ചോദിച്ചുകൊണ്ടൊരു ചെറിയ കുറിപ്പ്. വളരെ സന്തോഷമാണ് എനിക്ക് തോന്നിയത് അത് കണ്ടപ്പോൾ. എൻ്റെ മനസ്സിലും കടന്നുകൂടിയിരുന്ന ഒരു ചിന്ത പാക്കുട്ടിയുടെ ഭാഗത്തു നിന്ന് എന്നെ വരുന്നു എന്നുള്ള രീതിയിലൊരു ബോധം എനിക്കുണ്ടായി. ഭയങ്കര സന്തോഷമായിരുന്നു, അങ്ങനത്തെ സന്തോഷമുണ്ടായിരുന്നു. അപ്പം ഞാനപ്പോൾ ഇത് ചെയ്തു, ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കി. അപ്പോൾ അന്ന് ഞാൻ ഈ രാഷ്ട്രീയത്തിലേക്ക് നമ്മുടെ വർഗീസൊക്കെ കൊല്ലപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. ഞാൻ ഇപ്പോൾ ഇൻക്ലാബ് മാസിക എന്ന് പറയുന്നത് പൊതുവിൽ നക്സലൈറ്റ് അനുഭാവ സ്വഭാവമുള്ള ഒരു മാസികയാണ് തുടങ്ങിയേക്കണേ. പക്ഷെ അപ്പോഴും ഞാൻ ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഗവേഷണത്തിന് പോകണമെന്നുള്ള രീതിയിൽ
അവിടെ ഒരു മറിയൂനിസ് കോളേജിൽ നമ്മുടെ അന്നത്തെ ഒരു വലിയ മറ്റേ ശാസ്ത്ര ലേഖനങ്ങളൊക്കെ എഴുതാറുള്ള KG അടിയോടി അദ്ദേഹം മുൻകൈ എടുത്തിട്ടാണ് എനിക്കവിടെ PhDക്ക് വേണ്ടിയിട്ടുള്ളൊരു സീറ്റൊക്കെ ശരിയാക്കി തന്നത്. അത് ഞാനൊരു പോയി തുടങ്ങിയിട്ടുണ്ട് അവിടെ മറിയൂനിസ് കോളേജിൽ. അപ്പോൾ ഒരു വശത്ത് ഗവേഷണ രംഗത്തേക്ക് പോകണം എന്നുള്ള ശാസ്ത്രജ്ഞനാകണമെന്നുള്ള മോഹം നിൽക്കുന്നു, മറുവശത്ത് ഈ രാഷ്ട്രീയ വിഷയങ്ങളിലുള്ള താല്പര്യമുണ്ട്. അതാണ് മാസികയൊക്കെ തുടങ്ങുന്നതൊക്കെ തന്നെ. അപ്പം അങ്ങനെ എന്താണ് തീരുമാനം എന്ന രീതിയിൽ എടുക്കാതെ നിൽക്കുന്നൊരു സന്ദർഭമാണ്. വർഗീസൊക്കെ കൊല്ലപ്പെട്ട റിപ്പോർട്ട് വന്നപ്പോൾ ഒരു ആവേശമൊക്കെ തോന്നിയിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ തീരുമാനം എടുത്തിട്ടില്ല. 70 ഫെബ്രുവരിയിലാണ് വർഗീസ് കൊല്ലപ്പെടുന്നത്. അതിനുശേഷമുള്ള മാസങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾ എങ്ങനെയാണ്, ഞാൻ ആകാശക്കുഴപ്പത്തിലായി. ഞാനിങ്ങനെ ഒരു രാഷ്ട്രീയത്തിലേക്ക് കടക്കിടുന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്നതിൽ ഞാനങ്ങനെ ഒരു ഉത്തരവാദിയായി മാറുമല്ലോ എന്നുള്ള ഒരു വല്ലാത്തൊരു കുറ്റബോധം കടന്നു വരുന്നു. അപ്പോൾ ആ വിവരം ആ കുട്ടിയോട് പറയാമെന്ന് കരുതിയിട്ട് ഞാനൊരു ചെറിയ കുറിപ്പ് തയ്യാറാക്കി പോക്കറ്റിൽ വയ്ക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ കുട്ടി അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ നീണ്ട റാക്കുകൾ, പുസ്തക റാക്കുകളുള്ളൊരു മേഖലയുണ്ട്. അവിടേക്ക് ഞങ്ങൾ നോക്കും. അവിടെയാണ് ഏറെക്കുറെ ആ റാക്കുകളുടെ ഇടയിലാണ് ഇഷ്ടംപോലെ കാമുകികാമുന്മാരെയൊക്കെ അവിടെ കാണാം, സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആളെ കാണാം. അവിടേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് എനിക്ക് തോന്നി ഇത് തുടരുന്നത് ശരിയല്ല, ഈ കുട്ടിയെ പിന്തിരിപ്പിക്കുക തന്നെ വേണം എന്നൊരു തീരുമാനത്തേക്ക് എത്തുന്നു. മറ്റേ ഞാൻ നേരത്തെ തീരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനൊരു ചെറിയ ആശങ്ക മാത്രമാണ് ആ കുട്ടിയുടെ അത് സംസാരിക്കാം എന്ന് കരുതി അതിനുവേണ്ടിയാണ് കുറിപ്പ് കൊടുത്തത്. ഒരുപക്ഷെ ഞാൻ ആ കുറിപ്പ് കൊടുത്തിരുന്നെങ്കിൽ ആ കുട്ടി അത് ഗൗരവത്തിലെടുക്കുമായിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ തോന്നുന്നത്. അത് രാഷ്ട്രീയം എവിടെ നിന്നോട്ടെ നമുക്ക് മുന്നോട്ട് പോകാമെന്ന രീതിയിലാകുന്നു. പക്ഷേ ഞാൻ ആ കുറിപ്പ് കൊടുക്കുന്നതിന് പകരം ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആ കുട്ടി പിന്തിരിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വല്ലാത്തൊരു മോശമായ രീതിയിൽ എന്തിനെ വിളിച്ചതെന്നുള്ള രീതിയിൽ ദേഷ്യപ്പെട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടി ഭയങ്കരമായിട്ട് മുഖമൊക്കെ വളറി വെളുത്ത് ഒന്നും മിണ്ടാതെ ഒന്നും പറയാനില്ല എന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറുക ചെയ്തത്. മറ്റൊന്ന് പ്രതീക്ഷിച്ച് വന്ന ആ കുട്ടിയുടെ മുന്നിലാണ് ഞാനിങ്ങനൊരു ചെയ്തത്. അതോടുകൂടി ആ രീതിയിലുള്ളൊരു സംഭാഷണം ആ കുട്ടിയുടെ വീട്ടിൽ പോകുന്നതൊക്കെ ഞാൻ പിന്നെയും തുടരുകയും ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധം പിന്നെ നിലനിൽക്കുകയൊക്കെ ചെയ്യുണ്ടായി. പക്ഷേ ഈ ഘടകം അങ്ങ് പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയി. അന്ന് അത് കഴിഞ്ഞ് തിരിച്ച് എൻ്റെ റൂമിൽ ചെന്നപ്പോൾ ശരിക്കും ഭയങ്കരമായിട്ട് വിഷമിച്ചു പോയി. ഞാനവിടെ തലയണയിൽ മുഖമോർത്തിക്കിടന്ന് പൊട്ടിക്കരയുക തന്നെയാണ് ചെയ്തത്. ശരിക്കും അത്ര വലിയൊരു നഷ്ടമാണ് ഞാൻ ഉണ്ടാക്കിയതെന്നുള്ള നല്ല ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ സംഭവിച്ചു പോയി, അത്രേ പറയാൻ പറ്റുള്ളൂ. അത് അന്ന് ഞാൻ ഒരു ഇതും കൂടി പറയാം. അന്ന് ഈ മലയാളം വാരികയിൽ എൻ്റെ ഈ പറഞ്ഞ ഓർമ്മക്കുറിപ്പുകളെന്ന് പറഞ്ഞ് എഴുതി തുടങ്ങിയൊരു കാലഘട്ടമാണ്. ഒരു 100 ലക്കത്തോളം ഞാനതിൽ മലയാളം വാരികയിൽ എഴുതിയിരുന്നു. ശരിക്കും ഈ പുസ്തകത്തിലൊരു പ്രധാന ഭാഗം ആ ലേഖനങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അന്ന് ഈ പറഞ്ഞ വിഷയം എഴുതിയ ചാപ്റ്റർ അന്ന് നമ്മുടെ വേണു ബാലകൃഷ്ണൻ, ഇപ്പോൾ നമ്മുടെ ചാനലിലെ ഉള്ള വേണു ബാലകൃഷ്ണൻ അന്ന് മലയാളം വാരികയിൽ സബ് എഡിറ്ററാണ്. അപ്പോൾ ഞാനന്ന് എറണാകുളത്ത് സമീക്ഷ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ ലേഖനമൊക്കെ എഴുതി അന്ന് കൊണ്ടു കൊടുക്കില്ല പതിവ്. ഇപ്പോഴത്തെ പോലെ നമ്മൾ ചെയ്യണ പോലെ ഈ ഇത് അയക്കലൊന്നുമില്ല, മെയിൽ അയക്കൽ പരിപാടിയൊന്നും ഒന്നുമില്ല. അപ്പോൾ ലേഖനം കൊണ്ട് ഈ വേണുവിൻ്റെ കൈ കൊടുക്കും. വേണു അത് മലയാളം ജയേന്ദ്രൻ നായരുടെ കൈ കൊണ്ടു കൊടുക്കും. അപ്പോൾ വേണു പിന്നീട് പിറ്റേ ദിവസം പറഞ്ഞത്, ജയേന്ദ്രൻ നായർ ഇത് വായിച്ചു നോക്കിയിട്ട് ഇതൊരു സിനിമയാക്കാനുള്ള കഥയുണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. കാരണം അതിൽ ഞാൻ പിന്നീടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നീട് ഞാൻ ഈ കുട്ടിയെ ഞാൻ ജയിലിലാകുമ്പോൾ ആ കുട്ടിയെ ബന്ധപ്പെടാനായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത് പക്ഷേ ഭാഗികമായിട്ടത് വിജയിക്കേണ്ടതാണ്, പക്ഷെ നടന്നില്ല. പക്ഷേ പിന്നീടുണ്ടാകുന്ന ഒരു വലിയ ദുരന്തം എന്ന് വെച്ചാൽ എൻ്റെ വളരെ അടുത്ത് എൻ്റെ കൂടെ താമസിച്ചിരുന്ന ഒരു കക്ഷി ഉണ്ടായിരുന്നു. അയാളുടെ വിവാഹാലോചന നടക്കുന്നതിൻ്റെ ഇടയിൽ ഈ കുട്ടിയുടെ വിവാഹാലോചന എന്ന രീതിയിൽ, അത് അടിയന്തരത്തേക്ക് ശേഷം ഞാൻ ജയിലിൽ നിന്നൊക്കെ വന്നതിന് ശേഷമുള്ള കാലഘട്ടത്തിലാണ് അങ്ങനെ ഒരു ആലോചന അത് അയാളെ ആകെ വല്ലാതെ വിഷമിപ്പിച്ച കാര്യം എന്നോട് പറയുകയുണ്ടായി. കാരണം എൻ്റെ ഈ ചരിത്രം അറിയാവുന്നതാണ് അയാൾക്ക്.
അതുകൊണ്ട് ആ കുട്ടി തന്നെ അയാളുടെ മുന്നിലൊരു അയാളത് നിരസിക്കുകയാണ്, അല്ലെങ്കിൽ അത് നടന്നു പോയത്. അപ്പോൾ ആ കഥകളൊക്കെ, അങ്ങനെയുള്ള ആ കഥകളൊക്കെ കൂടി ചേർത്തിട്ടാണ് ആ ലക്കം ഞാൻ എഴുതിയിരുന്നത്. അതാണ് ഒരു സിനിമ കഥകളുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചെയ്യുന്നിരുന്നാലും അതിനെക്കുറിച്ച് പറഞ്ഞു തന്നു. വേണുവിൻ്റെ ജീവിതപാത ഈ തരത്തിൽ സമാന്തരമായിട്ടുള്ള ഒട്ടേറെ വഴികളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്തകളും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ജനാധിപത്യ വിശ്വാസത്തെക്കുറിച്ചും ഒക്കെയാണ് കൂടുതൽ. ജനാധിപത്യത്തിൽ അദ്ദേഹം പുലർത്തിയിരുന്ന പ്രത്യേക തരത്തിലുള്ള ഇടപെടലുകളൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ തരത്തിലുള്ളതായ ഒരു തലം കൂടി അദ്ദേഹത്തിലുണ്ട്. അപ്പോൾ നമ്മളൊരു ഇവിടെ ഇന്നത്തെ നമ്മുടെ ഈ സംഭാഷണം തെറ്റിദ്ധരിച്ച് പോകരുത്. അദ്ദേഹത്തിൻ്റെ വളരെ ആഴമേറിയ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്തകൾ, ദൈക്ഷണികമായിട്ടുള്ള, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് താനൊരു ബൗദ്ധിക ജീവിതമാണ് ഞാൻ നയിച്ചത്, മറ്റ് ആന്തരിക ജീവിതത്തേക്കാൾ ഒരു ബൗദ്ധിക ജീവിതത്തിലാണ് താൻ ഊന്നൽ കൊടുത്തുകൊണ്ടിരുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് ഈ ഇതിലൊക്കെല്ലാം വെളിപ്പെട്ട് കിട്ടുന്നത്. ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരു മാതൃക സൃഷ്ടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തും അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതിങ്ങനെ നീണ്ടു പോകാനായിട്ട് ഈ സംഭാഷണം അങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എത്ര വേണമെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോരോ അംശങ്ങളെടുത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബ ബന്ധം, അദ്ദേഹത്തിൻ്റെ കുട്ടികളുമായിട്ടുള്ള 2 മക്കളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം, ദാരിദ്ര്യത്തെ അഭിമുഖീകരിച്ച രീതികൾ, ഇങ്ങനെ പലതിനെക്കുറിച്ചും വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ ഈ പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓരോ പേജും എടുത്ത് നമുക്കിവിടെ ചർച്ച ചെയ്യാവുന്നതാണ്. അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഈ പുസ്തകം തന്നെ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങളതെല്ലാം നമുക്ക് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവസാനമായിട്ടുള്ളൊരു ചോദ്യം ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകളിലൂടെയൊക്കെ കടന്നുപോയി ഒരുപാട് പരിണാമങ്ങളിൽ അദ്ദേഹത്തിൽ ഇടപെടുകയൊക്കെ ചെയ്തു. ഒരു ബദൽ ചിന്ത, ഇനിയൊരു ബദൽ ചിന്ത, ബദൽ ഇതുവരെ അദ്ദേഹം വിശ്വാസം പുലർത്തിയിരുന്ന പല കാര്യങ്ങളും അദ്ദേഹം കൈയൊഴിഞ്ഞു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു പ്രത്യയശാസ്ത്രപരമായിട്ടും ഒന്നും അദ്ദേഹത്തിൽ അതിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ലാതെയായി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ബദൽ ചിന്ത, അപ്പം ജനാധിപത്യ ഒരു പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചോ ഇനി വളർന്നു വരേണ്ട നവസാമൂഹ്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ അദ്ദേഹത്തിന് അങ്ങനെയുള്ളൊരു പ്രതീക്ഷ അദ്ദേഹം പുലർത്തുന്നുണ്ടോ എന്നുള്ളൊരു കാര്യവും, അതോടൊപ്പം തന്നെ അദ്ദേഹം മറുപടി പറയണമെന്നില്ല. അദ്ദേഹം ഒരു മരണപത്രം എഴുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ തൻ്റെ ശവകുടീരത്തിൽ ഒരു എപ്പിറ്റാഫ് അദ്ദേഹം എഴുതാൻ തയ്യാറാവുകയാണെങ്കിൽ എന്തായിരിക്കും അവിടെ എഴുതി പിടിപ്പിക്കാൻ ശ്രമിക്കുക? അദ്ദേഹം ഒരു അന്വേഷണത്തിൻ്റെ കഥ എന്നിവിടെയുണ്ട്. അതിൽ കൂടുതലായിട്ടുള്ള അളവിൽ തൻ്റെ ജീവിതത്തിനെ സംക്ഷിപ്തമായിട്ട് അതിനെ മുഴുവൻ ആറ്റിക്കുറുക്കിയിട്ട് വാറ്റിയെടുത്തിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സന്ദേശം കൊടുക്കാൻ കഴിയുമോ എന്നൊരു കാര്യം കൂടി ചോദിച്ചുകൊണ്ട് ഈ സംഭാഷണം അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഈ പുസ്തകത്തിൻ്റെ അല്ല, ഇതിനു മുമ്പ് ഞാൻ എഴുതിയ എൻ്റെ ഒരു സൈദ്ധാന്തിക അന്വേഷണങ്ങളിലെ ഏറ്റവും അവസാനത്തെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു, പ്രകൃതി, ജനാധിപത്യം, സ്വാതന്ത്ര്യം എന്നുള്ള പുസ്തകം. അതിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ പറയുന്ന ഒരു ഇതുണ്ട്. അതായത് മനുഷ്യ സമൂഹം, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഭാഷയുടെ വിഷയം, മനുഷ്യനാക്കുന്നത് ഭാഷയാണ് സൂചിപ്പിക്കുന്നത്. ഭാഷയാണ് മനുഷ്യനെ ഒരു ജനാധിപത്യ ജീവിയാക്കി മാറ്റുന്നത്. ഭാഷ ലഭിക്കുന്നതോടുകൂടി ഓരോ വ്യക്തിയും വാക്കുകൾ സമാഹരിക്കുകയും അതുവഴി അഹംബോധമുണ്ടാവുകയും ചെയ്യും. സ്വന്തമായ ഓരോ വ്യക്തിയുടെയും ചിന്ത, ഞാനെന്നുള്ള അഹംബോധം സാധ്യമാകുന്നത് ഭാഷ വന്നതിന് ശേഷമാണ്. മറ്റ് സ്തന്യപജീവികൾക്കൊക്കെ തന്നെ പ്രാഥമികമായൊരു അഹംബോധമുണ്ടെങ്കിലും മനുഷ്യനുള്ളതുപോലെ ഒരു വ്യക്തിത്വബോധം എന്ന രീതിയിൽ പറയാവുന്ന അഹംബോധം മനുഷ്യന് മാത്രമേ ഉള്ളൂ. ആ അഹംബോധമുണ്ടാകുന്ന വ്യക്തികളാണ് പരസ്പരം വിനിമയം ചെയ്യാൻ, പരസ്പരം ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു ജനാധിപത്യ പ്രക്രിയ സാധ്യമാകുന്നത്. അഹംബോധമുള്ള 2-3 വ്യക്തികളിലധികം പേര് കൂടിച്ചേരുമ്പോഴാണ് ജനാധിപത്യം എന്നൊരു പ്രക്രിയ ഉണ്ടാകുന്നത്. ഈ മാർക്സിസ്റ്റ് ചിന്തകന്മാരൊക്കെ പറയാറുള്ളത് ഈ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ബൂർഷ്വാ ജനാധിപത്യം എന്നതിനെക്കുറിച്ച് മാത്രമേ അവർ പറയാറുള്ളൂ. അതിന് മുമ്പുള്ളൊരു ജനാധിപത്യത്തെക്കുറിച്ച് പൊതുവിൽ അന്വേഷണം നടത്താറില്ല. അപ്പോൾ അതിൻ്റെ ഒരു ദൗർബല്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ ജനാധിപത്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ ശ്രമിക്കുകയും ഈ പറഞ്ഞ ഭാഷയുമായി ബന്ധപ്പെടുത്തിയാണ് ജനാധിപത്യത്തെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളൊരു ധാരണയിലെത്തുകയും ചെയ്തത്. അപ്പോൾ ഈ രീതിയിലുള്ളൊരു ജനാധിപത്യ പ്രക്രിയ, അതാണ് മനുഷ്യ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഏതെല്ലാം ഫ്യൂഡലിസമായാലും മുതലാളിത്തമായാലും മറ്റു പല രീതിയിലുള്ള
സൈനിക ഫാസിസം ഉൾപ്പെടെയുള്ള പല രാഷ്ട്രീയ രൂപങ്ങളിലൂടെയും മനുഷ്യ സമൂഹം കടന്നു പോകുന്നുണ്ടെങ്കിൽ തന്നെയും മനുഷ്യ സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ ചാലകശക്തി ഈ ജനാധിപത്യ പ്രക്രിയയാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഏത് ഫാസിസ്റ്റ് ഭരണകൂടം ഉള്ളിടത്തും ഏറ്റവും അടിത്തട്ടിൽ ഗ്രാമങ്ങളിൽ ജനങ്ങളെ ഒരുമിച്ച് ജനങ്ങളുടെ ഒരു കൂട്ടായ്മ എന്നുള്ള ജനാധിപത്യ പ്രക്രിയ മനുഷ്യ സമൂഹത്തിൻ്റെ അനിവാര്യമായ ഒരു അടിസ്ഥാന ഘടകമാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു ചലന നിയമം ഇതിൻ്റെ മനുഷ്യ സമൂഹത്തിൻ്റെ ചരിത്രത്തിൽ ഉടനീളം കാണാമെന്നും ഇനിയും മനുഷ്യൻ്റെ സമൂഹത്തിൻ്റെ അന്വേഷണം ആ ജനാധിപത്യത്തിൻ്റെ പാതയിൽ തന്നെയായിരിക്കുമെന്നും ഇന്ന് നമുക്ക് അറിയുന്ന ജനാധിപത്യ രൂപങ്ങളിൽ നിന്ന് ഭിന്നമായ അല്ലെങ്കിൽ കൂടുതൽ സവിശേഷതകളുള്ള വ്യത്യസ്തമായ പുതിയ ജനാധിപത്യ രൂപങ്ങൾ ഇനി ഉണ്ടായി വന്നേക്കാം. ഇപ്പോൾ നമുക്കതിനെക്കുറിച്ച് സങ്കല്പിക്കാനാകുന്നില്ല. എനിക്ക് അങ്ങനെയുള്ളൊരു സൈദ്ധാന്തിക ചട്ടക്കൂട് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മറിച്ച് ജനാധിപത്യത്തിൻ്റേതായ ഒരു അന്വേഷണം ഇനിയും മുന്നോട്ട് പോകും. മനുഷ്യ സമൂഹം അതുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അവസാനവും ഏതെങ്കിലും രീതിയിലുള്ള ജനാധിപത്യ അന്വേഷണങ്ങൾക്ക് വേണ്ടിയായിരിക്കും മനുഷ്യ സമൂഹത്തിൻ്റെ ഭാവിയിലുള്ള അന്വേഷണം പോകുക എന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് പൊതുവിൽ ഞാൻ ആ പുസ്തകത്തിൽ പ്രകൃതി ജനാധിപത്യ സ്വാതന്ത്ര്യം എന്നുള്ള പുസ്തകത്തിൽ അവസാനിപ്പിക്കുന്നത്. ഏറെക്കുറെ അതാണ് എനിക്കിപ്പോൾ എൻ്റെ ചിന്താപദ്ധതികളിൽ വന്ന് നിൽക്കുന്നൊരു സമീപനം. അതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു എന്താ പറയുക ഭാവി സാധ്യതകൾ. അത് ഇപ്പോൾ നമുക്ക് കണക്കൂട്ടാനാകാത്ത രീതിയിലുള്ള പുതിയ സാധ്യതകളിലേക്ക് എത്താം എന്ന് മാത്രമേ ചിന്തിക്കാൻ പറ്റൂ. ഈ സംഭാഷണം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒട്ടേറെ സന്നിഗ്ധതകളും ഒട്ടേറെ വിശ്വാസങ്ങളെല്ലാം കൂടിച്ചേർന്ന വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള കുറേ വാക്കുകളാണ് വേണുവിൽ നിന്ന് നമ്മൾക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞത്. തീർച്ചയായിട്ടും വേണു അർഹിക്കുന്ന രീതിയിൽ ഈ സംഭാഷണത്തെ വികസിപ്പിച്ചെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല. അതിലൊരു വശം മാത്രം പറയാനായിട്ടാണ് ഞാൻ ശ്രമിച്ചത്, നമ്മൾ ചോദ്യങ്ങളായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. അത് ഒരു തരത്തിൽ അതിൻ്റെ അവസാനം പറഞ്ഞ ആ കാര്യത്തിൽ കൂടി വന്നതോട് കൂടിയിട്ട് ഇതിനൊരു പൂർണ്ണതയുണ്ട്. ഈ സംഭാഷണത്തിനൊരു പൂർണ്ണത കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വ്യക്തി എന്നുള്ള രീതിയിലുള്ളതായ തൻ്റെ വൈകാരികതകളെ തുറന്നു കാണിക്കുകയും അതോടൊപ്പം തന്നെ ഇതിന് സമാന്തരമായിട്ട് ശക്തമായിട്ട് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ സൈദ്ധാന്തിക അന്വേഷണങ്ങളുടെ അവസാന ഘട്ടത്തെ കൂടി പറഞ്ഞിട്ടാണ് ഈ ഒരു സംഭാഷണം അവസാനിച്ചിരിക്കുന്നത്. അതിൽ നമ്മളെല്ലാവരും കേട്ടവരെല്ലാവരും തന്നെ ഇതിൽ പങ്കെടുത്തതിൽ സന്തോഷം. ഇത് ഉണ്ടോ? നമുക്ക് ചർച്ചയില്ലല്ലോ? ഇല്ല. 2 മണിയായി. അതെ. അപ്പോൾ ഇത് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് സ്വകാര്യമായിട്ട് എനിക്കൊരു ചെറിയൊരു കാര്യം ചെയ്യാനായിട്ടുണ്ട്. ഞാനൊരു 33 വർഷം കൊണ്ട് എഴുതിയ ഒരു ആഖ്യായിക, ഒരു നോവൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷമാണ് അത് മാതൃഭൂമി പബ്ലിഷ് ചെയ്തത്. അത് ഇതം പാരമിതം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഇത് വെച്ചാൽ നൗ ദ ബിയോണ്ട്നെസ് എന്നാണ്. എല്ലാ തരത്തിലായ പ്രത്യയശാസ്ത്രങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അപ്പുറം ബിയോണ്ട്നെസ് എന്ന് പറയുന്ന ഒരു ആശയം, പരിമിതികൾക്കപ്പുറത്ത് എന്ന് പറയുന്നൊരു ഒരു സങ്കല്പത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു 33 വയസ്സുകാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ജ്ഞാനാന്വേഷണങ്ങളാണ് ഈ പുസ്തകത്തിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ പുസ്തകം ഞാൻ വേണുവിനിപ്പോൾ സമ്മാനിക്കുകയാണ്.